അന്യഗ്രഹ ജീവികൾ ഭൂമിയിലെത്തും. യൂറോപ്പ് തകരും. മൂന്നാം ലോക മഹായുദ്ധ ആസന്നം. വരാനിരിക്കുന്നത് മഹാദുരന്തങ്ങൾ. പതിവ് തെറ്റിക്കാതെ ഇത്തവണയും ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ എത്തുമ്പോൾ അത് എല്ലാവരിലും ഭീതി ജനിപ്പിക്കുന്നുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം 1996 മരണപ്പെട്ട വ്യക്തിയാണ് ബാബ വാങ്കെ. പിന്നെ എങ്ങനെയാണ് എല്ലാ വർഷവും മുടങ്ങാതെ പ്രവചനങ്ങൾ എത്തുന്നത്? ബൾഗേറിയയിൽ നിന്നുള്ള സന്യാസിയായ ബാബ വാങ്കെ 1996 അന്തരിക്കും മുൻപ് ലോകത്തെ മാറ്റിമറിക്കുന്ന പ്രവചനങ്ങൾ നടത്തിയ ആളായിരുന്നു. പ്രവചിച്ചതിൽ ഏകദേശം 85% കാര്യങ്ങൾ സത്യമായി വരികയും ചെയ്തിരുന്നുവെന്നാണ് അവരുടെ അനുയായികളുടെ അവകാശവാദം. ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ പ്രകാരം 2026 പണമിടപാട് അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായേക്കാം. അത് ജനങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്ന സാഹചര്യത്തിന് ലോകം സാക്ഷ്യം വഹിച്ചേക്കാമെന്നാണ് പറയപ്പെടുന്നത്. അതേസമയം ബാബ വാങ്കയുടെ ഏറ്റവും വിചിത്രമായി ഞെട്ടിക്കുന്ന ഒരു പ്രവചനമാണിപ്പോൾ സമൂഹ മാധ്യമത്തിൽ കൂടുതൽ ചർച്ചയായി മാറുന്നത്. മനുഷ്യരാശി അന്യഗ്രഹ ജീവികളെ കണ്ടുമുട്ടിയേക്കാം എന്നും 31 അറ്റ്ലസ് എന്നറിയപ്പെടുന്ന ഒരു ഭീമൻ വസ്തുവിന്റെ വരവ് അതിനുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നുമാണ് പറയപ്പെടുന്നത്. ഭൂമിയോട് അടുത്തുകൊണ്ടിരിക്കുന്ന 31 അറ്റ്ലസ് എന്ന നിഗൂഢ വസ്തുവിന്റെ ആ വരവിന് ശേഷം ഒരു വലിയ ബഹിരാകാശ വാഹനം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കും. അത് സംഭവിക്കാൻ പോകുന്നത് 2026 നവംബർ മാസത്തിലായിരിക്കും എന്നാണ് ബാബ വാങ്കെ പ്രവചിച്ചത്. വങ്കലിയ പാണ്ഡവെ ഗുഷ്ടെറോമ എന്നാണ് ബാബ വാങ്കയുടെ യഥാർത്ഥ പേര്. 1911 ജനുവരി 31 ബാബ വാങ്കയുടെ ജനനം. 12-ാം വയസ്സിൽ ചുഴലിക്കാറ്റിൽ കാഴ്ചശക്തി പൂർണ്ണമായും നഷ്ടമായി. കാഴ്ച പോയതിനു ശേഷം അവർക്ക് ഭാവി പ്രവചിക്കാനുള്ള അത്ഭുത സിദ്ധി ലഭിച്ചെന്നാണ് കരുതപ്പെടുന്നത്. വിപ്ലവകാരി എന്ന മുദ്രകുത്തി ബാബ വാങ്കയുടെ അച്ഛനെ അധികൃതർ ജയിലിൽ അടച്ചിരുന്നു. കുട്ടിക്കാലത്ത് തന്നെ അച്ഛനെയും അമ്മയെയും നഷ്ടമായി. പിന്നീട് ബൾഗേറിയൻ സൈനികനെ വിവാഹം കഴിച്ചു. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷമാണ് വാങ്കെ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത്. ബൾഗേറിയൻ രാജാവടക്കം അവരെ കാണാനെത്തിയിരുന്നുവെന്ന് പറയപ്പെടുന്നുണ്ട്. 1996 ബാബ വാങ്കെ അന്തരിച്ചത്. വാങ്കയുടെ മരണശേഷം അവരുടെ പ്രവചനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായി മാറുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ അവരുടെ പ്രവചനങ്ങൾ ജോലിക്കാർ എഴുതി സൂക്ഷിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. സോവിയറ്റ് യൂണിയന്റെ പതനം, ചെർണോബിൽ ദുരന്തം, ജോസഫ് സ്റ്റാലിന്റെ അന്ത്യം, സെപ്റ്റംബർ 11 ആക്രമണം, ഒബാമയുടെ തെരഞ്ഞെടുപ്പ് വിജയം എന്നിവയെല്ലാം ബാബ വാങ്കെ പ്രവചിച്ചിരുന്നതായി അവരുടെ അനുയായികൾ അവകാശപ്പെടുന്നുണ്ട്. അതേസമയം ഇതെല്ലാം അടിസ്ഥാനമില്ലാത്ത കെട്ടുകഥകളാണെന്ന് പറയുന്നവരുമുണ്ട്. പക്ഷെ പലതും ഇത്തരത്തിൽ സത്യമായി സംഭവിക്കുമ്പോൾ ഇതും ഒരു കെട്ടുകഥയല്ല എന്ന് പറയപ്പെടുന്നുണ്ട്. അതേസമയം ഇത്തരത്തിൽ എല്ലാ വർഷവും ആദ്യം ജനുവരി ആകുമ്പോൾ തന്നെ ഇത്തരത്തിൽ ബാബ വാങ്കയുടെ പ്രവചനങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായി മാറാറുണ്ട്.